നാരായണിത്തള്ളയുടെ മക്കൾക്ക് എന്തുറപ്പിന്റെ പേരിലാ നമ്മുടെ മക്കളെ സംബന്ധം ചെയ്തു കൊടുക്കുക? ദുഷ്ടയാ, പരമദുഷ്ട. എനിക്കൊരു ദുഃഖമേ ഉള്ളൂ ഇതിരെ, അവൾ എന്റെ പെങ്ങളായി പിറന്നുപോയല്ലോ എന്ന്. അവര് പറയുന്നതും ഇത് തന്നെയാ. കോന്തൻ കൂടെ പിറന്നത് മുജ്ജന്മ ശാപമാണ് പോലും. പിറന്നതോ പിറന്നു, അത് മാറ്റാനൊക്കില്ലല്ലോ. ഇനി അങ്ങോട്ടൊരു ലോഹ്യം വേണ്ട. അത് ഈ ജന്മത്തുണ്ടാവില്ല. മക്കള് തമ്മിൽ ആരും അറിയാതെ പഴയ ബന്ധം തുടരുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ വാർത്തയാ. എന്റെ കണ്ണുമിലകൻ തൊട്ടാൽ വെട്ടി ദുരുക്കി ഞാൻ. അമ്മാവനും അമ്മയും തമ്മിലുള്ള പിണക്കം കൂടി വരുന്നതേ ഉള്ളൂ. എന്താ ചെയ്യാ മണിയേട്ടാ? ഇതിനൊക്കെ കാരണം ആ ഏഷ്ണി വൈദ്യനാ. അയാൾക്കിട്ട് 4 എണ്ണം കൊടുക്ക വേണ്ടത്. അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മായിക്കൊക്കെ അയാളെ വിശ്വാസം. അയാൾ പറയുന്നത് കേൾക്കൂ. മണിയേട്ടനെ കാണാൻ വന്നാ കുന്നുകളെന്ന് അമ്മ പറയുന്നത്. ഇപ്പൊ തന്നെ അമ്മയുടെ കണ്ണു വെട്ടിച്ച് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ വന്നത്. അച്ഛന്റെ ദുർവാശി അമ്പികയ്ക്ക് അറിയാലോ. പറഞ്ഞ പോലെ ചെയ്യും. ഒരു പിടിയും കിട്ടുന്നില്ല. വടക്കേക്കരയിൽ ആന്തരിയെ കാണരുതെന്ന് പറഞ്ഞാൽ ധിക്കാരം കാട്ടാൻ മാത്രം തെക്കേക്കരക്കാർ വളർന്നോ? ഞാനല്ലേ തെറ്റിയത്, എന്നല്ലേ തല്ലേണ്ടത്? നിന്നെ തല്ലിയാ നീ പഠിക്കില്ല, കള്ളരാ നീ. ഇനി ഇത് ആവർത്തിച്ചാൽ കൊല്ലിച്ചാൽ ഇവിടെ എന്നാ നിനക്കറിയാമല്ലോ. വടക്കേക്കര കനാരനെ നിന്നെ മരുവകളായി വേണ്ട. ഓടി അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തി തറവാട്ടിലേക്ക് വന്നാൽ നിനക്ക് നിന്റെ അച്ഛനെ കാണാം. ഇല്ലേ നിന്റെ അച്ഛന്റെ ശവം. എന്റെ പൊന്നു നാരായണി, ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്ക്. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്? അല്ല പോയോ? എടി എടി എന്റെ മോളെ തല്ലാ മാത്രം നിന്റെ തന്തക്കണാരം വളർന്നെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലാടി. അയ്യോ അടിപൊട്ടി. നീ പോടി അവിടുന്ന്. എന്റെ മോളെ തല്ലേ എന്റെ മോളിൽ അടിച്ചത് മതി. ഇവരാരെങ്കിലും അതൊന്ന് പിടിച്ചു മാറ്റണം. ഓടി വരണേ ഓടി വരണേ ഓടി വരണേ ഓടി വരണേ. ഇവരാരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റേ, ഒന്ന് പെട്ടെന്ന് പിടിച്ചു മാറ്റേ. എന്നെ വിട. നാരായണിത്തള്ള നിങ്ങളെ മോളെ പുഴയിലിട്ട് തല്ലി. എന്റെ മോള് വിശാലാക്ഷി കരയരുത്. കരയേണ്ടത് അവളാ, നാരായണി. അവളെ ഞാൻ കരയിപ്പിക്കും. കാരണവരൊറ്റയ്ക്ക് പോകരുത്. നാരായണിത്തള്ളയുടെ കൂടെ കുറെ ആളുകളുണ്ട്. കുറച്ചാളുകളെ നിങ്ങളും വിളിച്ചോളി. നോക്കി നിൽക്കാതെ പോയി തല്ലടാ. ഞാനും പോണം പുല്ലേ. നീ എന്റെ മോളെ തല്ലി അല്ലേ? ഇനിയും തല്ലൂടെ കേട്ടെ. നീ എന്ത് ചെയ്യൂടാ? ഇത് തന്നെ നിന്റെ ഊഴമായി കണാരം കാർന്നോരും നാരായണി തള്ളയും തമ്മിലുള്ള യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും തീരില്ല. അതിന്റെ തീ അണയുന്നതിന് മുമ്പ് നീ എവിടെ എത്തണം? സംഗതി ഇത്രയും വഷളായ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവമാനങ്ങനെ എന്നെ എടുത്തിട്ട് പൊരിക്കൂ. പൊരിക്കുകയും പുഴുങ്ങുകയൊന്നുമില്ല. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. പിന്നെ ഒരു കാര്യം,
അവിടെ നിനക്കെതിരെ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും നീ പ്രതികരിക്കരുത്. എന്റെ ദേഹത്ത് തൊട്ട് കളിച്ചാൽ കളി മാറും, ഞാൻ പ്രതികരിക്കും. കരിക്കരുത്. അങ്ങനെ കരിച്ചാ എന്റെ പദ്ധതിയെ കഴിയും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. നീ നാട്ടുകാരെ കയ്യിലെടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് ആ കള്ള തിരുമാലികളുടെ മഷിക്കുപ്പി തല്ലി പൊട്ടിക്കണം. എന്റെ ജീവിതം തൊലച്ച മഷിയാണ്. മഷി എങ്കിൽ മഷി. ഞാൻ എപ്പോഴാ അങ്ങോട്ട് വരേണ്ടത്? പറയാം. നാളെ സൂര്യൻ ഉദിച്ചെങ്കിൽ നീ യാത്രയാകുന്നു മുങ്ങാങ്കുഴിയിലേക്ക്. ഈ മുങ്ങാങ്കുഴിയിൽ ഒരു കാറോ? ധാരപ്പ ഇത്. ഇയാളെ എവിടെയെങ്ങും കണ്ടു പരിചയമില്ലല്ലോ. അതെ, ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. വല്ല മരുന്നും വാങ്ങാനായി. ഇവിടത്തെ മരുന്നൂടി ചേർത്ത വല്ലവന്റെ ബന്ധുവാകും. നഷ്ടപരിഹാരം വാങ്ങാനേ. വിലക്കാതെ പോടാ. വൈദ്യരല്ലേ? അതെ. എങ്ങനെ അറിയാം? കുനിക്കാട്ടുശ്ശേരി കറുപ്പൻ വൈദ്യരടുത്തല്ലേ വൈദ്യം പഠിച്ചിരുന്നത്? അദ്ദേഹമാണല്ലോ എന്റെ ഗുരു. അദ്ദേഹത്തിന്റെ പെങ്ങടെ മോനാ ഞാൻ, ഉൽപ്പലാക്ഷൻ. ഉൽപ്പൽ? എനിക്ക് വിശ്വസിക്കാനാവണില്ല. അന്ന് ഞാൻ കാണുമ്പോ ഗോരോചനാദി ഗുളികയുടെ അത്ര പോകുന്ന ചെക്കനാ. ഇപ്പോ മോമ്പാ കുടിക്കാൻ ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, കുറച്ചു കഴിഞ്ഞ് ഊണ് മതി. പിന്നെ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ. അമ്മാവന്റെ ശിക്ഷ അനുസരിക്കാൻ കാത്തു നിൽക്കുന്നു. വൈദ്യർ അമ്മാവന് കത്തെഴുതിയപ്പോ കടയുടെ മേളിലൊരു മുറി ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് എഴുതിയിരുന്നില്ലേ? ഉവ്വ്, അത് ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുക. എങ്കിൽ അതെനിക്ക് വാടകയ്ക്ക് തരണം. ഒരു ചെറിയ പരിപാടി തുടങ്ങാന്. വാടകയ്ക്കോ? എന്റെ ഗുരുനാഥന്റെ മരുമകന്റെ അടുത്ത് ഞാൻ വാടക വാങ്ങി. എന്താ ഉൽപ്പന്ന ഈ പറയുന്നേ? ഇതാ പിടി മോനിത് പിടി. വലിയ ഉപകാരം. അല്ല, നിങ്ങൾ എന്താ മുകളിൽ നടത്താൻ പോണ്? അതൊക്കെ ഈ ബോർഡിലുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാനത് അവിടെ തൂക്കും. അപ്പൊ പറഞ്ഞാ മതി. ഞാനെടുക്കാം. മോൻ വാ വാ. സൂക്ഷിച്ചു കയറണം, പഴയ കോണിയാ. ഇതുപോലെ എത്ര കോണി കയറിയവനായി ഉൽപ്പലാക്ഷൻ. കേറ് കേറ്. എന്തായിരിക്കും ആ ബോർഡില്? ഇനി വല്ല ഡോക്ടറോ മറ്റോ ആണോ? എങ്കിൽ വൈദ്യുതി ആഫീസ് പൂട്ടും. അകത്തേക്ക് വലത് കാലെടുത്ത് വെച്ച് കയറിക്കോളൂ. അതിനിത് മണിയറയൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ മണിയറയാക്കി മാറ്റാം. പിന്നെ എല്ലാം ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഒക്കെ റെഡി. ആദ്യം ഈ ബോർഡ് ഒന്ന് തൂക്കാം. അതാ ബോർഡിൽ നിന്നു. അതെ, പാര. വടക്കേക്കര കണാരനും തെക്കേക്കര നാരായണിക്കും പാര. ഇനി ഇവിടെ ഒരു കളി നടക്കും. ആടിത് കണ്ടായോ കാമരൂപിണിയായ താതകവതിക്കുന്ന കാലനെ. കിഴക്കേ പറത്ത് തോട്ടത്തിൽ നിന്നാ ഇതിവിടെ ഇരുന്നോട്ടെ. ഇതൊക്കെ എന്തിനാ ചാത്ത? കഴിഞ്ഞ വർഷം കുലകെട്ട കള്ളനെ കാരണൊരു മഷി പിടിച്ച പിന്നെ ഇതുവരെ കള്ളന്റെ ഉദ്യോഗം ഉണ്ടായിട്ടില്ല. അതുണ്ടാവില്ല. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ നാട്ടിൽ കള്ളന്മാരും ഉണ്ടാവില്ല. അതിരിക്കട്ടെ, പുതുതായിട്ട് വന്ന മഷിതോട്ടക്കാരെങ്ങനെയുണ്ട്? പേര് കേട്ട നിങ്ങൾ രണ്ടുപേരോട് ഉള്ളപ്പോ നാട്ടുകാരാരെങ്കിലും അവന്റെ അടുത്ത് പോവോ? പോരുത്. അവന്റെ അടുത്ത് മാത്രമല്ല, അവളുടെ അടുത്തും. ഈ നാട്ടിൽ മഷി നോക്കാൻ ഇവിടത്തെ കഴിഞ്ഞൊരാളുണ്ടോ? സോപ്പ് എന്തോ തരാ? അല്ല, കുളിക്കാനുള്ള സോപ്പ് തീർന്നെന്ന് ഞാൻ പറയുകയായിരുന്നു. അധികം വിളയണ്ട കേട്ടോ. രാമ, എന്തോ? ഉൽപ്പലാഷിന്റെ അടുത്ത് ആരും പോകുന്നില്ലെന്ന് കേട്ടോണ്ട് മാത്രം എനിക്ക് സന്തോഷാവോ? പിന്നെന്താ വേണ്ടത്? കാണാന്റെ അടുത്തും ആരും പോകരുത്. മഷി നോക്കാൻ. മനസ്സിലായി. ഏതു നേരം കവലയിൽ ഒരു കണ്ണു വേണം. ഉവ്വ. ആരെങ്കിലും വന്നാൽ വഴി തെറ്റാതെ ഇവിടെ എത്തിക്കണം. അത് ഞാനേറ്റു. ഇവിടെ വന്നാൽ വഴി പഴക്കുമല്ലോ. എന്തോതരാ? ഞാനൊന്നും പറഞ്ഞില്ലേ? നമ്മള് പറഞ്ഞു. ഇതല്ലേ മഷിനോട്ടക്കാരുടെ ഗ്രാമം? അതെ. കൂട്ടത്തിൽ ആരാ നല്ലത്? സംശയം എന്തിനാ? കാണാൻ കാരണം തന്നെ ഒന്നാതെ. നിക്ക്. അതൊക്കെ പണ്ട്. ഇപ്പൊ സത്യമാണെങ്കിൽ നാരായണിത്തല തന്നെ കാണണം. അതിന് വേറെ ആളെ നോക്കണം. ഇയാളെ ഞാൻ കൊണ്ടുപോകും. എന്താ ഇത്? നമ്മുടെ ഗ്രാമത്തിൽ വന്ന ഒരാളോട് അപമര്യാദയായി പെരുമാറുക. അയ്യേ, ഞാൻ കൊണ്ടുപോവാ. ഇവരൊന്നും ശരിയല്ല. നല്ല ഒന്നാം തരമാണ്. ഞാൻ കാണിച്ചു തരാം. മണ്ടന്മാര് അപ്പം കൊണ്ട് കുറുക്കം പോയി.
നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ പോയി വിവരമൊക്കെ പറഞ്ഞിട്ട് വരാം. മൂപ്പര് ചിലപ്പോ പ്രാർത്ഥനയിലായിരിക്കേ. അതെ, എന്തിനെ പറ്റി അറിയണ്ടേ? ഭാര്യയുടെ കാര്യമാ. ഓ, അയ്യാ, പാട്ട് കേട്ടിരിക്കാ. ഒന്ന് വേഗം റെഡിയാ. ഒന്ന് വേഗം റെഡിയാവാൻ. എന്തു പറ്റി? ഒരു കോള് വന്നിട്ടുണ്ട് മഷി നോക്കാൻ. എന്റെ അമ്മോ, എനിക്ക് വയ്യ. കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്ന സാധന. എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പിയേ പറ്റൂ. എന്ത് പറയും? അത് പറഞ്ഞതാ. അയാൾക്ക് അയാളുടെ ഭാര്യയെ പറ്റി അറിയേണ്ടത്. അയാളുടെ ഭാര്യയെ പറ്റി എനിക്ക് എങ്ങനെ അറിയാം? എടാ മരം മണ്ട, മണ്ടാകണ്ടെന്നുള്ള വിലയൊന്നും വേണ്ട. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഭാര്യയെ പറ്റി ഒരു ഭർത്താവ് മഷി നോക്കാൻ വരുമ്പം അവന് അവരെ സംശയം ഉണ്ടാകുന്ന ഉറപ്പ്. വല്ല ജാരനുണ്ടെന്നോ വഞ്ചകയാണെന്നോ പെശകാണെന്നോ ഉണ്ടെന്നോ തട്ടി വിട്ടേക്ക്. ഞാനിതാ പോണ്, നീ നേരെ ഇരി, ഞാൻ അയാളെ കെട്ടുവിടാം. അപ്പൊ ഈ കുന്തൊക്കെ എടുത്ത് കളാ. ഇപ്പൊ ശരിയായി കൊടുക്കാം. എല്ലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നാ മതി. വലിയ ഉപകാരം.